ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. എന്താ ഭംഗി കണ്ണനെ കാണാൻ. ആനപ്പുറത്തിരിക്കുന്ന ഒരു ഉണ്ണി കണ്ണനെയാണ് കേട്ടോ ഇന്ന് ചാർത്തിയിരുന്നത്. കളഭം കൊണ്ട് ചാർത്തിയ ആന ഇടത്തേക്ക് ചരിഞ്ഞു നിൽക്കാണ്. ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയിട്ടുണ്ട്, കൊമ്പിലും കഴുത്തിലും ഒക്കെ മണികൾ കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിനു മുകളിൽ അതിലും മനോഹരമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. ഇന്ന് ഉണ്ണിയുടെ വലത്തെ കാലേ കാണാൻ കഴിയുന്നുള്ളൂ കേട്ടോ. ഇടത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ആനയുടെ പുറത്തല്ലേ ഉണ്ണി ഇരിക്കണേ. വലത്തെ കാലിൽ പൊൻതലകൾ ചാർത്തിയിട്ടുണ്ട്. വലത് കൈയിൽ ഒരു പൊന്നോടക്കുഴലും പിടിച്ച് അരക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി. ഇടത് കൈയിൽ ഭഗവാന്റെ തിടമ്പാണ് കേട്ടോ ഉണ്ണി പിടിച്ചേക്കുന്നത്. ഒരു കീഴ്ശാന്തിയായിട്ടാണ് കേട്ടോ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിന്ന് നിൽക്കണേ. അങ്ങനെ ശ്രീലകത്ത് ആനയുടെ പുറത്ത് പൊന്നോടക്കുഴലും തിടമ്പും പിടിച്ചിട്ട് ഇരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. കസവ് പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കുഞ്ഞി കുമ്പയോട് പറ്റിക്കിടക്കുന്നുണ്ട്. മണിക്കിങ്ങനെ അറിഞ്ഞാണം. എന്താ ഭംഗിയെന്നോ കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, ഗോപി തിലകം ഒക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കണ്ണന്. കണ്ണന്റെ കഴുത്തിൽ മനോഹരമായൊരു മുല്ലമൊട്ടുമാലയും കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും രണ്ടിന്റെ നടുവിലായി പതക്കം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ടായിരുന്നു. പൊന്നിൻ കിരീടവും അതിനു മുകളിലായി 2 തിരുമുടി മാലകളും കഴുത്തിൽ മനോഹരമായ 2 ഉണ്ടമാലകളും ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മന്ദഹാസത്തോടെ ഭക്തരെ നോക്കി അനുഗ്രഹിച്ച് നിൽക്കാണ് ഭഗവാൻ. കണ്ണാ, ഭഗവാനെ അനുഗ്രഹിക്കണേ, സർവ്വം ഗുരുവായൂർ കണ്ണൻ.